ഗോവിന്ദചാമി ജയിലിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജയിൽചാട്ടം വേണ്ടിവന്നു സർക്കാരിന് പരിശോധനകൾ നടത്താൻ. കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായത് അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിനും വകുപ്പ് തല പരിശോധനകൾക്കും പുറമെയാണ് സമഗ്ര അന്വേഷണം. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാനും സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTVകൾ സ്ഥാപിക്കാനും തീരുമാനമായി. ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി ഒരാൾ ഒരേ സ്ഥലത്ത് ദീർഘനാൾ തുടരുന്നത് ഒഴിവാക്കും. അതീവ സുരക്ഷാ ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികൾക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റമുണ്ടാകും. ജയിലുകളിലെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്താനും തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. തടവുകാരുടെ എണ്ണം കണക്കിലെടുത്ത് കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തി പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനും തീരുമാനിച്ചു. നിലവിലെ അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.